ഫ്രീ ആയിട്ട് മദീന സിയാറ ചെയ്യണോ? അത് 40 ആൾക്കാർക്ക്. എന്നാ മുത്തുമണിയാളെ നമ്മളെ ജിദ്ദ അസീസിയയില് നമ്മളെ റവാവി ട്രാവൽസിൽ വന്നോളി. ഇവിടെ നിങ്ങള് ഉംറക്കാണെങ്കിലും അതുപോലെ തന്നെ മദീന സിയാറ പോവാണെങ്കിലും ഇവര് നറുക്കളിപ്പിലൂടെ 40 ആൾക്കാർക്ക് മദീന സിയാറ ഫ്രീ ആയിട്ട് ഇവര് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മദീനത്തേക്ക് പോകണമെങ്കിലും അതുപോലെ തന്നെ ഉംറക്ക് പോകണമെങ്കിലും ഇവിടെ നമ്മളെ അസീസിയയിലുള്ള റവാബി ട്രാവൽസിൽ വന്നാൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തു കൊടുക്കണ്ട്. മാസത്തിലൊക്കെ ഉംറക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇനി ബാവു ഷെരീഫില് ബാവമക്കലൊന്നും പോയിട്ട് വണ്ടി കാര്യങ്ങളൊന്നും തിരയേണ്ട മുത്തുമണികളെ നേരെ നമ്മളെ അസീസിയയിലുള്ള റവാബി ട്രാവൽസിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ഡെയിലി റമദാന് ഡെയിലി ഇവര് ഉംറക്ക് കൊണ്ടുപോകും. അതും വൈകുന്നേരം അസറിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മക്കത്തെ അറമിൽ നോമ്പ് തുറക്കാനും പറ്റും. അതുപോലെ തന്നെ മഗ്‌രിബ് സലും കൂടാ, ഇശാ സലും കൂടാ, അതുപോലെ തന്നെ തറാവിയും കഴിഞ്ഞിട്ട് രാത്രി 12 മണിയാകുമ്പോഴത്തേനും ഉംറ കഴിഞ്ഞിട്ട് ഒരു ജിദ്ദയിലേക്ക് തിരിച്ചെത്തിക്കും ചെയ്യട്ടോ. നിങ്ങൾ എല്ലാ ബാച്ച് പറഞ്ഞ് മദീനത്തേക്ക് പോകുമ്പോ ജിദ്ദന് ബദർ, ഉഹുദ്, കുബ്ബപ്പള്ളി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജുമാ കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ഇശാന്റെ ശേഷം ഒരു ജിദ്ദയിലേക്ക് തിരിച്ചെത്തിക്കും ചെയ്യട്ടോ. ഞാൻ പറഞ്ഞ അസീസിയയിലുള്ള റവാബി ട്രാവൽസ് ഇവിടെ മാഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും ഗോസി ആണെങ്കിലും അതുപോലെ തന്നെ പാസ്പോർട്ട് സംബന്ധമായിട്ടാണെങ്കിലും എന്തിനു വേണമെങ്കിലും നമ്മളെ റവാബി ട്രാവൽസിൽ വന്നാൽ മതി. എല്ലാ സൗകര്യങ്ങളും ഇവര് ചെയ്തു കൊടുക്കും. നിങ്ങൾ കണ്ടില്ലേ, പാസ്പോർട്ട് സർവീസ്, അതുപോലെ തന്നെ ഫാമിലി ടീം വിസ, മുറൂർ സർവീസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, വാറ്റ് സർവീസ്, സിജില്, വിസ, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും നമ്മളെ റവാബി ട്രാവൽസ് ചെയ്യും. ബാക്കി നമ്മളെ ഫാദ് ഭായിനോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഫാദ് ഭായി, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാല് നമ്മളെ ചങ്കളൊക്കെ ഇനിയിപ്പോ മദീന സിയാർ ആണെങ്കിലും ഉംറ സിയാറൊക്കെ ആണെങ്കിൽ എല്ലാവരും നിങ്ങളായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഞാൻ നമ്പറൊക്കെ അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ എന്തൊക്കെ സർവീസ് നിങ്ങൾ ചെയ്ത് കൊടുക്കണേ? ഇവിടെ ഇപ്പൊ നമ്മള് മദീന സിയാറ, മക്ക സിയാറ, തായിഫ് ടൂറ്, അങ്ങനെ എല്ലാ ടൂറുകൾ നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫാമിലി വിസിറ്റിംഗ്, പുതുക്കല്, ജോർദാൻ ട്രിപ്പ്, പിന്നെ കുറഞ്ഞ റേറ്റിന് നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു കൊടുക്കും. ഏറ്റവും ലോ ഫെയറില് നമ്മൾ ടിക്കറ്റ് എടുക്കും. പിന്നെ ചില നമ്മളെ ചങ്കള പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ളത്, ഇഖാമ സംബന്ധമായ പ്രശ്നം, എന്ത് വിഷയങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ. ഇനിയിപ്പോ ചില ആൾക്കാർക്ക് നിങ്ങളെ ഈ ഒരു ട്രാവൽസിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങളുടെ ട്രാവൽസിലേക്ക് വരില്ലേ? അവര് പറഞ്ഞാൽ മതി, നമ്മൾക്ക് ടാക്സി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും, വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് പേയ്മെന്റ് കൊടുത്താൽ മതി. അപ്പൊ മുത്തുമണിയാളെ ഇപ്പൊ നിങ്ങളെ ഫാമിലി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ ട്രാവൽസിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് വിളിച്ച് പറഞ്ഞാൽ ഇവര് ടാക്സി ആയിട്ട് നിങ്ങൾ അവിടെ വന്ന് നിങ്ങൾ എടുത്ത് ഇവിടെ എത്തിച്ചേരും. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യാൻ മതി, നിങ്ങൾക്ക് നേരെ മദീന സിയാറും അതുപോലെ തന്നെ മക്ക സിയാറും ചെയ്യട്ടോ. റവാബി ട്രാവൽസിന്റെ എടുത്ത് പറഞ്ഞ ഇവരെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങളിപ്പോ മദീന സിയാറ പോവാണ്, മക്ക സിയാറ പോവാണ്, ഇനിയിപ്പോ ഫാമിലിക്ക് ഇപ്പൊ ജോർദാനിലേക്കൊക്കെ വിസിറ്റിംഗ് പുതുക്കാൻ വേണ്ടി പോകുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭർത്താക്കന്മാർക്ക് ഇവിടെ പണിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോകാൻ പറ്റില്ല. അപ്പൊ ഒരു പേടിയും പേടിക്കണ്ട. ഫാമിലിനൊക്കെ നിങ്ങൾ സിംഗിൾ ആയിട്ട് വിടുകയാണെങ്കിലും ഇവരെ വളണ്ടിയർമാരൊക്കെ ഉണ്ടാവില്ലല്ലേ, അതിനെക്കൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്തോട് കൂടിയിട്ട് ഒരു പോയി കൊണ്ട് നിങ്ങൾ വീട്ടിൽ വരെ എത്തിച്ചേരും. അതിനെ പറ്റിയിട്ടൊന്നും ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. റവാബി ട്രാവൽസിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി വിസിറ്റിംഗ് ആണെങ്കിലും ഉംറ ആണെങ്കിലും മദീന സിയാറ ആണെങ്കിലും പാസ്പോർട്ട് സംബന്ധമായിട്ട് എന്ത് കാരണമാണെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരും കേട്ടോ. റവാബി ട്രാവൽസിന്റെ ബസ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മക്കളെ ഒരു കോംപ്രമൈസും ഇല്ല. T25 ന്യൂ ലക്ഷറി ബസ്സാണ് നമ്മളെ റവാബി ട്രാവൽസിന്റേത്. മക്കത്തേക്കും മദീനത്തേക്കൊക്കെ പോകാനുള്ള റവാബി ട്രാവൽസിന്റെ ബസ് മാഷാ അല്ലാഹ് ഒന്നും പറയാനുള്ള മുത്തുമണിയാളെ. ഡ്രൈവർ താഴ്ത്താണ് കിടക്കുന്നത്. പക്ഷെ നമ്മള് ഫാമിലിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ മോളിൽ ഇങ്ങനെ കയറി ഇരിക്കുക. മാഷാ അല്ലാഹ് അത് ഡബിൾ ട്രക്കർ ബസ്സാണ്. ഫ്രണ്ട് വരെ ഇങ്ങനെ ഇരിക്കട്ടോ. ശരിക്കും വിമാനത്ത് പോണ അതിൽ മുന്നിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങക്ക് ഉഹുദും അതുപോലെ തന്നെ കുബ്ബയും ബദറൊക്കെ കണ്ടു പോവാം. ദിനത്തേക്ക് ആണെങ്കിലും മക്കത്തേക്കൊക്കെ ആണെങ്കിൽ നല്ല റാത്തിൽ പോകാൻ പറ്റിയ അടിപൊളി ബസ്സാണ്. യാത്രനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല മക്കളെ. കാരണം എന്താ വെച്ചാല് ലക്ഷറി ബസ്സാണ്. സീറ്റ് ആണെങ്കിലും AC ആണെങ്കിലും. ലൊക്കേഷൻ എവിടെ വെച്ചാൽ നമ്മളെ ജിദ്ദ അസീസിയയില് നമ്മളെ ഫ്ലെമിംഗ് മാളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡാണ്. ഷാദാബ് റെസ്റ്റോറന്റ് ഇല്ലേ ഫേമസ് ആയിട്ടുള്ള ആ റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്ത ഗാന ഖസാന റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്താണ് മുബാറക് സ്റ്റോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. GGI സിഗ്നലിന്റെ തൊട്ടടുത്താണ് റവാബി ട്രാവൽസ്.